ശബരിമല കയറാൻ ശ്രമിച്ച ദളിത് നേതാവ് മഞ്ജുവിനെ വെറുതെ വിടാതെ സംഘപരിവാറുകാർ ഇന്നലെ രാത്രിയും മഞ്ജുവിന്റെ വീടിനു നേരെ കല്ലേറുണ്ടായി. പുറത്തിറങ്ങിയ മഞ്ജുവിന്റെ കഴുത്തിൽ കല്ലേറുകൊണ്ട് പരിക്കേറ്റതായി പരാതി. പോലീസ് കാവലിലും കല്ലേറും അക്രമവും തുടരുന്നതോടെ പുറത്തിറങ്ങാനാവാതെ ദളിത് ആക്ടിവിസ്റ്റ്. ശബരിമല കയറ്റത്തിന് ശ്രമിച്ച അമ്പലവയലിൽ ആദിവാസി നേതാവ് അമ്മിണിയുടെ ബന്ധുക്കൾക്ക് നേരെ ആക്രമണമുണ്ടായതിന് പിന്നാലെ ശബരിമല ദർശനം നടത്തിയെന്ന് അവകാശപ്പെട്ട കൊല്ലം ചാത്തന്നൂർ സ്വദേശിയും KDF വനിതാ വിഭാഗം നേതാവുമായ മഞ്ജുവിന്റെ വീടിനു നേരെ വീണ്ടും ആക്രമണം. കഴിഞ്ഞ ദിവസം രാത്രി 10ഓടെയാണ് ചാത്തന്നൂരിലുള്ള മഞ്ജുവിന്റെ വീടിനു നേരെ കല്ലേറുണ്ടായത്. കല്ലെറിയുന്ന ശബ്ദം കേട്ട് പുറത്തിറങ്ങവേ തന്റെ കഴുത്തിലും കല്ല് പതിച്ചെന്ന് മഞ്ജു പറഞ്ഞു. പോലീസ് കാവലുണ്ടായിരിക്കെയാണ് ആക്രമണം. മഞ്ജുവിന്റെ സുരക്ഷയ്ക്കായി നിയോഗിച്ചിരുന്ന 2 പോലീസുകാരും ആക്രമണം നടക്കുമ്പോൾ സ്ഥലത്തുണ്ടായിരുന്നു. വീടിനു സമീപം ആൾതാമസമില്ലാത്ത മറ്റൊരു വീടുണ്ട്. ഈ ഭാഗത്തു നിന്നാണ് കല്ലെറിഞ്ഞതെന്ന് മഞ്ജു പോലീസിന് മൊഴി നൽകി. കൂടുതൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ആദ്യം ശബരിമല ദർശനം നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടപ്പോൾ വീടിനു നേരെ ആക്രമണം നടന്നിരുന്നു. രണ്ടാമത്തെ തവണ മുടി നരപ്പിച്ച് വേഷം മാറി ശബരിമലയിൽ ദർശനം നടത്തിയെന്ന് മഞ്ജു അവകാശപ്പെട്ടിരുന്നു. ഇതു സംബന്ധിച്ച 3 വീഡിയോ ദൃശ്യങ്ങളും നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് പേജിലൂടെ പുറത്തുവിട്ടിരുന്നു. എന്നാൽ പോലീസോ ദേവസ്വം ബോർഡോ ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നില്ല. ദളിത് മഹിളാ ഫെഡറേഷൻ നേതാവാണ് മഞ്ജു. ക്ഷേത്ര സന്നിധിയിലൂടെ നടന്നു പോകുന്ന വീഡിയോ സഹിതം നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ഇവർ വിവരം പുറത്തുവിട്ടത്. നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് സമൂഹമാധ്യമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ദളിത് പ്രവർത്തക മഞ്ജു ജനുവരി 8 രാവിലെ 7:30 ശബരിമല സന്ദർശിച്ച ചിത്രങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നു എന്ന കുറിപ്പോടെയാണ് വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നേരത്തെ തുലാമാസ പൂജയുടെ 4ാം ദിവസം ശബരിമലയിൽ ക്ഷേത്ര ദർശനത്തിനെത്തിയ മഞ്ജുവിന് നേരെ പ്രതിഷേധമുയർന്നിരുന്നു. പമ്പയും പരിസരവും സംഘർഷഭരിതമായതിനെ തുടർന്ന് അന്ന് മഞ്ജു പിൻവാങ്ങുകയായിരുന്നു. തുടർന്ന് മഞ്ജുവിന്റെ വീടിനു നേരെ പ്രതിഷേധക്കാർ ആക്രമണം നടത്തിയിരുന്നു. കഴിഞ്ഞ മാസം 23 ദർശനത്തിന് ശ്രമിച്ച ആദിവാസി നേതാവ് അമ്മിണിയുടെ കുടുംബത്തിനു നേരെ ജനുവരി 27 ആക്രമണമുണ്ടായിരുന്നു. അമ്പലവയലിലുള്ള അമ്മിണിയുടെ ചേച്ചിയുടെ മകൻ പ്രഫുലിന്റെ തലയ്ക്ക് കമ്പി കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയും സഹോദരിയെ ആക്രമിക്കുകയും വീട് തകർക്കുകയും ചെയ്തിരുന്നു. ആക്രമണത്തിന് പിന്നിൽ സംഘപരിവാറാണെന്നാണ് അമ്മിണിയുടെ ആരോപണം. നേരത്തെ ഡിസംബർ 31 അമ്മിണിയുടെ കുടുംബത്തിന് നേരെ ആക്രമണമുണ്ടായി. രാത്രി ഏതാനും പേർ എത്തി കല്ലെറിയുകയും അസഭ്യം പറയുകയുമായിരുന്നു. അന്ന് അമ്മിണിയെ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തിയിരുന്നു. ആ സംഘം തന്നെയാണ് ഇപ്പോഴത്തെ ആക്രമണത്തിന് പിന്നിലുമെന്നാണ് അമ്മിണി ആരോപിക്കുന്നത്. പോലീസിൽ പരാതി നൽകിയെങ്കിലും കാര്യമായ നടപടികൾ ഒന്നും ഉണ്ടായില്ല. വേഷപ്രച്ഛനയായി ശബരിമലയിൽ ദർശനം നടത്തിയ ദളിത് ആക്ടിവിസ്റ്റ് ഇപ്പോഴും വീടിന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥയിലാണ്. മഞ്ജുവിന്റെ വീടിനു നേരെ രാത്രിയിൽ കല്ലേറുണ്ടായി. കല്ലേറിൽ മഞ്ജുവിന്റെ കഴുത്തിനും പരിക്കേറ്റു. പോലീസ് കാവലിലാണ് മഞ്ജുവിന്റെ വീട്. ദളിത് മഹിളാ ഫെഡറേഷൻ നേതാവാണ് മഞ്ജു. ക്ഷേത്ര സന്നിധിയിലൂടെ നടന്നു പോകുന്ന വീഡിയോ സഹിതം നവോത്ഥാന കേരളം ശബരിമലയിലേക്ക് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെയാണ് ഇവർ മലകയറിയ വിവരം പുറത്തുവിട്ടത്.